ചില തടവുകാർ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടതായി മെഹുലിന് ഒരു കോൾ വരുന്നു. മെഹുൽ ഉടൻ തന്നെ അവന്റെ കാറിൽ ജയിലിലെത്തുന്നു. അവിടെ പോയതിനു ശേഷം മെഹുൽ ജയിലറിനെ കാണുന്നു. ഇന്നലെ രാത്രി കനത്ത മഴയിൽ ലൈറ്റ് ഇല്ലാത്തത് കാരണം ചില ക്രിമിനലുകൾ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടുവെന്ന് അയാൾ മെഹുലിനോട് പറയുന്നു. മെഹുൽ ഉടൻ തന്നെ അവരുടെ സെല്ലിലേക്ക് പോകുന്നു. സെൽ കണ്ടതിന് ശേഷം മെഹുൽ ജയിലറിനോട് പറയുന്നു, 3 ക്രിമിനൽസ് ഇവിടെ നിന്നും രക്ഷപ്പെട്ടു. ഒപ്പം രക്ഷപ്പെടാൻ ആരോ അവരെ സഹായിച്ചിട്ടുമുണ്ട്. ലോജിക്കൽ ആർമി, മെഹുലിന് എന്താണ് അങ്ങനെ തോന്നാൻ കാരണം? ഇവിടെ 3 ക്രിമിനൽസ് ഉണ്ടായിരുന്നു, ഒപ്പം രക്ഷപ്പെടാൻ അവരെ സഹായിച്ച ഒരാളും ഉണ്ടായിരുന്നുവെന്ന് ചിന്തിക്കൂ. ചുമര് പൊളിച്ചതിന്റെ വേസ്റ്റ് അകത്തുണ്ട്. ഇതിനർത്ഥം പുറത്തുനിന്ന് ആരെങ്കിലും ജയിൽ തകർത്തുവെന്നല്ലേ? പുറത്ത് തീർച്ചയായും ചെളിയുണ്ടാകും. അതുകൊണ്ടാണ് അയാൾ വന്നതിന്റെയും പോയതിന്റെയും കാൽപ്പാടുകൾ കാണുന്നത്. 3 പ്ലേറ്റുകളാണ് ജയിലിൽ സൂക്ഷിച്ചിരിക്കുന്നത്. അതിനർത്ഥം ടീമിൽ 3 പേർ ഉണ്ടായിരുന്നുവെന്നാണ്. ചെളി പുറത്തായതിനാൽ മറ്റ് 2 പേരുടെയും കാൽപ്പാടുകളുമില്ല. മെഹുൽ പുറത്തുപോയി ബാക്കിൽ നോക്കുമ്പോൾ അവിടെ ചെളിയും 4 പേർ ഓടിപ്പോയതിന്റെ പാടുമുണ്ട്. മെഹുൽ ചിന്തിച്ചത് തികച്ചും ശരിയാണ്. CCTV ഫുട്ടേജസ് ചെക്ക് ചെയ്യുവാൻ മെഹുൽ ആദ്യം CCTV റൂമിലേക്ക് പോകുന്നു. എന്നാൽ അവിടെ നിന്നും ഒന്നും കണ്ടെത്തുന്നില്ല. കാരണം ആ സമയം ലൈറ്റ് അണഞ്ഞു പോയിരുന്നു. അതിനാൽ മെഹുൽ ലൈറ്റ് അണയുന്നതിന് മുൻപും ലൈറ്റ് അണഞ്ഞതിന് ശേഷവുമുള്ള ഫുട്ടേജസ് ചെക്ക് ചെയ്യുന്നു. ജയിൽ തകർത്ത് അകത്ത് കടന്നത് ആരാണെന്ന് ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാകും. ഈ 5 പേരെ കണ്ടാൽ ആരാണെന്ന് നിങ്ങൾക്ക് പറയാനാകുമോ? ചിന്തിക്കൂ ലോജിക്കൽ ആർമി. ജയിലിനെ ലേസർ പോലുള്ള എന്തോ ഒരു സാധനം കൊണ്ട് തകർത്തു. ഇവിടെ 5 പേരുണ്ട്. 4 പേരുടെ അടുത്ത് ജയിൽ തകർക്കുവാനുള്ള സാധനങ്ങളുണ്ട്. എന്നാൽ ലേസർ പോലെയുള്ള സാധനം ഉപയോഗിച്ചാണ് ജയിൽ കട്ട് ചെയ്തത്. മറ്റൊരു കാര്യം, ആരാണോ ജയിൽ തകർത്തത് അവന്റെ ഷൂസ് വൃത്തികെട്ടതായിരുന്നു എന്നതാണ്. എന്നാൽ 4 പേരുടെയും അല്ലായിരുന്നു. ഒരാളുടെ മാത്രം ഷൂസാണ് വൃത്തികെട്ടത്. എന്നാൽ ഇവിടെ ചോദ്യം, ഇവർ വാൾ എങ്ങനെ കട്ട് ചെയ്തിരിക്കുമെന്നാണ്. ഇതിന് ഉത്തരം കണ്ടെത്താൻ മെഹുൽ വീണ്ടും ക്രിമിനലുകളുടെ സെൽ സന്ദർശിക്കുന്നു. പക്ഷേ മെഹുലിന് അവിടെ നിന്നും ഒരു എവിഡൻസും കിട്ടുന്നില്ല. അടുത്ത ദിവസം മെഹുലിന് ഒരു കോൾ വരുന്നു. ഇന്ന് നടക്കാൻ പോകുന്ന ബാങ്ക് മോഷണത്തെപ്പറ്റി പത്രത്തിൽ അടിച്ചു വന്നുവെന്ന് ആരോ മെഹുലിനോട് പറയുന്നു. മെഹുലിന് മനസ്സിലായി ആരോ തന്നെ വെല്ലുവിളിക്കുന്നുണ്ടെന്ന്. ഇൻട്രസ്റ്റിംഗ്, വെരി ഇൻട്രസ്റ്റിംഗ്. മെഹുൽ ന്യൂസ് പേപ്പർ ശരിയായി നോക്കി മനസ്സിലാക്കുന്നു ഏത് ബാങ്കാണ് കൊള്ളയടിക്കാൻ പോകുന്നതെന്ന്. ലോജിക്കൽ ആർമി, ന്യൂസ് പേപ്പർ നോക്കി പറയാനാകുമോ ഏത് ബാങ്കാണ് കൊള്ളയടിക്കാൻ പോകുന്നതെന്ന്? ചിന്തിക്കൂ. ഇപ്പോൾ ബാങ്കിന്റെ പേര് കാണാനില്ലെങ്കിലും തൊട്ടടുത്ത ഷോപ്പിന്റെ പേര് കാണാം. അതിലൂടെ മെഹുലിന് ആ ബാങ്കിലെത്താം. മെഹുൽ വിവരങ്ങൾ ശേഖരിക്കുമ്പോൾ അറിയുന്നു ആ കടയുടെ പേരിൽ 5 ഷോപ്സ് സിറ്റിയിലുണ്ടെന്ന്. ചിന്തിക്കൂ ലോജിക്കൽ ആർമി. മെഹുലിന് ഏത് കടയിലാണ് പോകേണ്ടതെന്ന് എങ്ങനെ അറിയുമെന്ന് എന്നിട്ട് എന്നോട് പറയൂ. ചിന്തിക്കൂ. സിമ്പിളായി ഈ ഷോപ്പുകളിൽ ഏത് ഷോപ്പിന്റെ അടുത്താണ് ബാങ്ക് ഉള്ളതെന്ന് മെഹുൽ കണ്ടെത്തുന്നു. മെഹുൽ ആ 5 ഷോപ്സിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു ഷോപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതും ബാങ്കിന്റെ അടുത്തായിരുന്നു. മെഹുൽ ഉടൻ തന്നെ തന്റെ കാറിൽ ബാങ്കിലെത്തി അവിടുത്തെ സെക്യൂരിറ്റി പരിശോധിക്കുവാൻ തുടങ്ങുന്നു. അതിനുശേഷം മെഹുൽ CCTV റൂമിൽ പോയി CCTV ഫുട്ടേജസ് ചെക്ക് ചെയ്യുന്നു. CCTVയിലെ ലൈവ് ഫുട്ടേജസ് കണ്ട മെഹുൽ കള്ളൻ ബാങ്കിൽ കയറിയതായി മനസ്സിലാക്കുന്നു. ലോജിക്കൽ ആർമി, ലൈവ് CCTV ഫുട്ടേജിൽ നിന്ന് മെഹുൽ എന്താണ് കണ്ടത്? കള്ളൻ ബാങ്കിൽ കയറിയതാണെന്ന് കരുതാൻ. ചിന്തിക്കൂ. മാനേജറിനെ ശ്രദ്ധിച്ചു നോക്കൂ. അയാൾ ഫുട്ടേജ് 1-ലും കൂടാതെ ഫുട്ടേജ് 3-ലും ദൃശ്യമാണ്. അതെങ്ങനെ സാധ്യമാകും? അതായത് മാനേജറിന്റെ മാസ്ക് ധരിച്ചാണ് കള്ളൻ വന്നിരിക്കുന്നതെന്നല്ലേ? മെഹുൽ ഉടനോടി ലോക്ക് റൂമിന്റെ അടുത്ത് പോകുന്നു. എന്നാൽ അവിടെ നിന്നും പണം അപഹരിക്കപ്പെട്ടിരുന്നു. ലോക്കർ റൂമിന്റെ ബാക്ക് സൈഡിൽ ഒരു ഹോൾ ഉണ്ടായിരുന്നു, ജയിലിന്റെ വോളിൽ കണ്ടതുപോലെ. അപ്പോൾ മെഹുൽ അവിടെ ബോംബിന്റെ ടിക് ടിക് ശബ്ദം കേൾക്കുന്നു. ഇവിടെ ബോംബുണ്ടെന്ന് തോന്നുന്നു. പോകുന്നതിന് മുൻപ് കള്ളൻ അവിടെ ബോംബ് വെച്ചിരുന്നു. ലോജിക്കൽ ആർമി, നിങ്ങൾക്ക് പറയുവാനാകുമോ മെഹുലിന് ഏത് വയറാണ് മുറിക്കേണ്ടി വരിക എന്ന് ബോംബ് നിർവീര്യമാക്കാൻ? ചിന്തിക്കൂ. ഫ്രൂട്ട്സും കളേഴ്സും തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. ആപ്പിൾ റെഡിൽ നിന്നും മാംഗോ യെല്ലോയിൽ നിന്നും ബനാന യെല്ലോയിൽ നിന്നും. എന്നാൽ കസ്റ്റേർഡ് ആപ്പിളിനെ നോക്കൂ, അത് വൈറ്റുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. കസ്റ്റേർഡ് ആപ്പിളിന്റെ അകം വെളുത്തതാണ്, പക്ഷെ പുറമേയുള്ള നിറം അതല്ല. മെഹുൽ ആ വയർ മുറിച്ച് ബോംബ് നിർവീര്യമാക്കുന്നു. മെഹുൽ ബാങ്കിലുണ്ടായിരുന്ന എല്ലാവരുടെയും ജീവൻ രക്ഷിക്കുന്നു. എന്നാൽ മോഷ്ടാക്കളെ തടയുവാൻ അയാൾക്ക് കഴിയുന്നില്ല. ഏതോ ഗാഡ്ജറ്റ് ഉപയോഗിച്ച് ഭിത്തിയിൽ ഹോൾ ഉണ്ടാക്കി മോഷ്ടാക്കൾ രക്ഷപ്പെടുകയായിരുന്നു. അതിനിടയിലാണ് മെഹുലിന്റെ സയന്റിസ്റ്റിന്റെ കോൾ വരുന്നത്. സയന്റിസ്റ്റിന്റെ അടുത്തേക്ക് എത്തുവാൻ ഒരു വഴികാട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇത് നോക്കി പറയുവാൻ കഴിയുമോ ABCDയിൽ നിന്ന് സയന്റിസ്റ്റിന്റെ അടുത്തേക്ക് പോകുന്ന വഴി ഏതാണെന്ന്? ചിന്തിക്കൂ.
ഡി എന്ന വഴിയിലൂടെ പോയാൽ സയന്റിസ്റ്റിന്റെ അടുത്തേക്ക് എത്താം. മെഹുൽ ഡി എന്ന വഴിയിലൂടെ പോയി സയന്റിസ്റ്റിന്റെ അടുത്തേക്ക് എത്തി. കുറച്ചു നാളായിട്ട് ലാബ് അടച്ചിട്ടിരിക്കുകയായിരുന്നുവെന്നും എന്നാൽ ഇവിടെ നിന്ന് ധാരാളം ഗാഡ്ജറ്റ്സ് മോഷണം പോയിട്ടുണ്ടെന്നും സയന്റിസ്റ്റ് മെഹുലിനോട് പറയുന്നു. പക്ഷെ അയാൾക്കും അറിയില്ല ഏതൊക്കെ ഗാഡ്ജറ്റ്സ് ആണ് മോഷണം പോയതെന്നും. ഈ ലാബിൽ അവസാനമായി പോയതാരാണ്? സയന്റിസ്റ്റ് പറഞ്ഞു, ലാബ് അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു. ലാബ് അസിസ്റ്റന്റ് ആണ് രാസവസ്തുക്കൾ അകത്ത് വെച്ചത്. വൃത്തിയാക്കുന്നതിനായി ക്ലീൻ റൂം ഉണ്ടായിരുന്നു, ഒപ്പം പിയൂണും ഉണ്ടായിരുന്നു, എല്ലാം പൂട്ടുന്നതിനായി. മെഹുലിന് പെട്ടെന്ന് മനസ്സിലായി ആ മോഷണം നടത്തിയത് ആരാണെന്ന്. നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമോ? ചിന്തിക്കൂ. ക്ലീനർ വൃത്തിയാക്കിയിരുന്നെങ്കിൽ ഇവിടെയെല്ലാം വൃത്തികേടാകുമായിരുന്നില്ല. ഒപ്പം ആരോ വന്നതിന്റെയും പോയതിന്റെയും കാൽപ്പാടുകളുണ്ട്, അതും ഡോറിന്റെ ഭാഗത്ത് നിന്നും. പിയൂൺ മനഃപൂർവ്വം വാതിൽ തുറന്നിട്ടതാകാം. മോഷ്ടാവിന് അകത്തേക്ക് കയറുവാനായി മെഹുൽ ക്ലീനറിനെയും പിയൂണിനെയും അകത്തേക്ക് വിളിച്ച് ചോദ്യം ചെയ്യുന്നു. സത്യം പറയൂ, നിങ്ങൾ എന്താണ് മോഷ്ടിച്ചത്? സർ, ഞാൻ 4 കേസസ് മോഷ്ടിച്ചായിരുന്നു. അവ എന്താണെന്ന് എനിക്കറിയില്ല സർ. പക്ഷെ മാർക്കറ്റിൽ ഞാനത് വിറ്റു. എനിക്ക് ധാരാളം പണവും ലഭിച്ചു. പിയൂൺ പറഞ്ഞു, സർ, വാതിൽ തുറന്നിടാൻ ഒരാൾ എനിക്ക് പണം തന്നിരുന്നു. അവൻ മോഷ്ടിച്ചത് എന്താണെന്ന് എനിക്കറിയില്ല. മെഹുൽ ഇരുവരെയും പോലീസ് ലോക്കപ്പിൽ പൂട്ടിയിട്ടു. എനിക്ക് പെട്ടെന്നറിയണം ആരെല്ലാം ഗാഡ്ജറ്റ്സ് എടുത്തിട്ടുണ്ടെന്ന്. ആരും അത് ദുരുപയോഗം ചെയ്യരുത്. അപ്പോൾ തന്നെ മെഹുലിന് പോലീസിന്റെ ഒരു കോൾ വരുന്നു. മോഷ്ടാക്കളിൽ നിന്ന് തനിക്കൊരു കോൾ വന്നതായി അയാൾ മെഹുലിനോട് പറയുന്നു. അവർ സൗത്ത് സിറ്റിയിൽ ഒരു ജ്വല്ലറി ഷോപ്പ് കൊള്ളയടിക്കാൻ ഒരുങ്ങുകയാണെന്ന്. മെഹുൽ ഉടൻ തന്നെ സൗത്ത് സിറ്റിയിലേക്ക് പുറപ്പെട്ടു. എന്നാൽ അവിടെ 3 ജ്വല്ലറി ഷോപ്പുകൾ ഉണ്ടായിരുന്നു. എന്താ, നിങ്ങൾക്ക് ഈ 3 ജ്വല്ലറി ഷോപ്പുകൾ നോക്കി പറയാമോ കള്ളന്മാർ എവിടെയാണ് മോഷ്ടിക്കാൻ പോകുന്നതെന്ന്? ചിന്തിക്കൂ ലോജിക്കൽ ആർമി. 3 ജ്വല്ലറി ഷോപ്പുകൾ കണ്ടപ്പോൾ പൂട്ടിയ കടയിൽ നിന്ന് കള്ളൻ മോഷ്ടിക്കാൻ പോകുകയാണെന്ന് മെഹുലിന് മനസ്സിലാകുന്നു. ഒരു ഷോപ്പ് ഇതിനകം മാറ്റി, ഒപ്പം രണ്ടാമത്തെ ഷോപ്പ് പ്രവർത്തനക്ഷമവുമാണ്. ധാരാളം തിരക്കുമുണ്ട്. മെഹുൽ ഉടനെ തന്നെ അടച്ചിട്ട കടയുടെ ഉള്ളിലേക്ക് പോയെങ്കിലും മോഷ്ടാക്കൾ അപ്പോഴേക്കും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇത്തവണയും മോഷ്ടാക്കൾ അതേ രീതിയിൽ ഹോളുണ്ടാക്കിയിരുന്നു. മെഹുൽ ചാടി ഒരു കള്ളനെ ചവിട്ടി. മോഷ്ടാക്കളിൽ ഒരാൾ വിചിത്രമായ കയ്യുറകൾ ധരിച്ചിരുന്നു. അവൻ മെഹുലിനെ പിന്നിൽ നിന്നെടുത്ത് ശക്തമായി എറിഞ്ഞു. കയ്യുറകൾക്ക് 100 ആനകളുടെ ശക്തിയുണ്ട്. ഒരാൾ വിചിത്രമായ ഷൂ ധരിച്ചിരുന്നു. അവൻ ആ ഷൂസിൽ ലോങ് ജമ്പ് ചെയ്യുന്നു. ഒപ്പം മെഹുലിനെ ശക്തമായി ചവിട്ടുകയും ചെയ്യുന്നു. ആ ഷൂസിൽ ജമ്പിംഗ് സ്പ്രിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവന് ലോങ് ജമ്പ് ചെയ്യുവാൻ കഴിയുന്നത്. മെഹുലിന് പൂർണ്ണമായും പരിക്കേൽക്കുന്നു. മോഷ്ടാക്കൾ മെഹുലിനെ അവിടെ കെട്ടിയിട്ടിട്ട് ആ ഹോളിലൂടെ പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. ഈ കള്ളന്മാരോട് പോരാടാൻ മെഹുലിന് കഴിയുമോ? പിന്നെ അലി എവിടെയാണ്? ഈ കള്ളന്മാരോട് യുദ്ധം ചെയ്യുവാൻ അവൾ പദ്ധതി ഇടുകയാണോ? കാണാൻ നമുക്ക് അടുത്ത എപ്പിസോഡിൽ.